യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നും അതേ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നതായ ഭാഗങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അബ്രഹാമിനോട് ദൈവം തൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സോദോം ഗോമോറ പട്ടണത്തിനുണ്ടാകാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ദൈവം തന്നെ അറിയിക്കുമ്പോൾ, ആ ഒരു വിഷയത്തിൽ വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കുവാനല്ല ദൈവം ഇതെന്നോട് പറയുന്നത്, മറിച്ച് ആ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതായ ആ വലിയ ബോധ്യം അബ്രഹാമിനുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ ദർശനങ്ങൾ കാണിക്കുമ്പോൾ, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിനു മുമ്പാകെ മധ്യസ്ഥത അണയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എൻ്റെ സഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടോ? എല്ലാവരും വളരെ നന്നായിട്ടൊന്ന് ആലോചിക്കാറുണ്ട്, ഏതെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ? പക്ഷേ അവർ അവസാനം പറയുന്നു, ഒന്നുമില്ല, ഒന്നും പ്രാർത്ഥിക്കാനില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനില്ല? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി തന്നു എന്ന് നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഒരുപക്ഷെ ചിലർ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ കൈകളുടെ അധ്വാന ഫലം ആണ് ഞാൻ അനുഭവിക്കുന്നത്, എനിക്ക് ആരോടും യാതൊരു കടപ്പാടുമില്ല, അതുകൊണ്ട് പലർക്കും പ്രാർത്ഥന വിഷയങ്ങളില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കിഷ്ടം പോലെ പ്രാർത്ഥന വിഷയമുണ്ട്. അബ്രഹാമിന് ഇനി പ്രാർത്ഥന വിഷയമുണ്ടോ? അബ്രഹാമിൻ്റെ ഒരു പ്രാർത്ഥന വിഷയമായിരുന്നല്ലോ തനിക്കൊരു മകൻ ഉണ്ടാവുക എന്നുള്ളത്. ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു, ഇനിയൊരു പ്രാർത്ഥന വിഷയം അബ്രഹാമിനുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. അബ്രഹാമിന് കാണുന്നതെല്ലാം തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. എന്തുകൊണ്ട് അബ്രഹാമിന് അത് പ്രാർത്ഥന വിഷയമായിരിക്കുന്നു? അബ്രഹാം ദൈവത്തിൻ്റെ മനസ്സോടെ, ദൈവം തൻ്റെ സ്നേഹിതനാണ്, ആ സ്നേഹിതൻ്റെ കാര്യത്തിൽ വ്യാപൃതനായി നിൽക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ള ബന്ധമാണ് അബ്രഹാമിൻ്റെ പ്രാർത്ഥനകളെ നിർവചിച്ചതെന്ന് നമുക്കിവിടെ ശരിയായി ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ശരിയായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം മാത്രമേ ബന്ധം ദൈവത്തോടുള്ളൂ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒരു 5 മിനിറ്റിന് താഴെ നിന്നു പോകുന്നില്ല. കാരണം ദൈവത്തോട് നമുക്ക് അങ്ങനെയുള്ളൊരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ചലഞ്ച് ചെയ്യുകയാണ്, നമ്മൾ എല്ലാവരും ദൈവത്തോട് ഊഷ്മളമായൊരു ബന്ധത്തിലേക്ക് വരികയും ദൈവത്തിൻ്റെ വിഷയങ്ങൾ നമ്മുടെ വിഷയം ആയിത്തീരുകയും ചെയ്യണം. വാസ്തവത്തിൽ അബ്രഹാം എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു കാഴ്ചക്കാരനായിരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിനോട് ദൈവം നൽകുമ്പോൾ ഈ ലോകം എമ്പാടുമുള്ള ഒരു വാഗ്ദത്തത്തെയാണ് ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവം തനിക്ക് വാഗ്ദത്തം ചെയ്തതായ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ ഒരു സ്വഭാവം അബ്രഹാമിനുണ്ടായിരുന്നു. സോദോം ഗോമോറയിലേക്ക് അബ്രഹാം പോയതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, സോദോമിൽ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും തൻ്റെ ഭാര്യ, തൻ്റെ 2 പെൺമക്കളും ഉൾപ്പെടെ 4 പേർ സോദോമിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഓർത്ത് തീർച്ചയായിട്ടും അബ്രഹാമിന് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അതേ ലോത്തിലൂടെ അബ്രഹാം അറിഞ്ഞതായ ഒരു സോദോം ഗോമോറയുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തെ ഓർത്ത് അബ്രഹാമിന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അതേ ദൈവം നമ്മളോട് ആ ദേശത്ത് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറയുമ്പോൾ നിശ്ചയമായിട്ടും ആ ദേശത്തിന് വേണ്ടി നമ്മൾ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അബ്രഹാം ആ ഒരു ഉത്തരവാദിത്വത്തിൽ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് തരുന്നതായ ചലഞ്ച് വളരെ വലുതാണ്. നാമും ഇതുപോലെ, പ്രത്യേകിച്ച് നമുക്ക് ഒരു മാറ്ററും സോദോം ഗോമോറയിൽ ഇല്ലെങ്കിൽ പോലും, മറ്റ് രാജ്യങ്ങളിൽ ഇല്ലെങ്കിൽ പോലും, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരുപക്ഷെ ആളുകൾ നമുക്ക് തങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നൽകുന്നില്ലായിരിക്കാം. പക്ഷേ എങ്കിലും വി ഷുഡ് പ്രേ ഫോർ ദം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരെക്കുറിച്ചുള്ള ദൈവികമായ സന്ദേശങ്ങൾ ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, സോദോം ഗോമോറ എന്നുള്ള വിഷയത്തെ ഓർത്ത് അബ്രഹാം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം സോദോം ഗോമോറയിൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്
ദൈവം അബ്രഹാമിനോട് പറയുന്നത്. നോക്കൂ, പെട്ടെന്ന് തന്നെ അബ്രഹാം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. നമ്മളും ഇതുപോലെ ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച ശേഷം അതിൽ നിന്നുള്ള ചില ആത്മീയ കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം അപ്പോസ്തലനായ യാക്കോബ് എഴുതുന്നത് വളരെ ശ്രദ്ധേയമാണ്. ആ വാക്യങ്ങളിലൂടെ നമ്മെ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ യാക്കോബ് പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമ്മൾ ഈ ഒരു വേദഭാഗം കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കാര്യമാണ്. എന്നാൽ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഏലിയാവിനെ കുറിച്ചുള്ള ഒരു പരാമർശം യാക്കോബ് നടത്തുന്നുണ്ട്. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഏലിയാവിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഏലിയാവിനെ കുറിച്ചുള്ള ചില ചിന്തകളിലേക്ക് കടക്കുവാൻ കഴിയുന്നതായ കാര്യങ്ങൾ ഇവിടെ യാക്കോബ് പറയുന്നുണ്ട്. താൻ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. പലപ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്, എനിക്കങ്ങനെ ഒരു പ്രാർത്ഥന മനുഷ്യനാകാൻ കഴിയത്തില്ല, അതൊക്കെ ഒരു സൂപ്പർ മാൻ എന്ന പോലെ, അമാനുഷിക വ്യക്തി എന്ന പോലെ ചെയ്യുന്നതായ കാര്യങ്ങളാണ്. പ്രാർത്ഥന മനുഷ്യരായ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് സാധിക്കും, പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതായ ഒരു കാര്യമാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും യാക്കോബിന് അബ്രഹാമിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു ആ സമയത്തെങ്കിൽ യാക്കോബ് പറഞ്ഞതിനെയും അബ്രഹാം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. യാതൊരു പ്രത്യേകതയും ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അബ്രഹാമിനോ യാക്കോബിനോ ഇല്ല. നമ്മളെപ്പോലെ തന്നെ വിചാരങ്ങളും വികാരങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉള്ളവരായ സാധാരണക്കാരായ മനുഷ്യനായിരുന്നു ഈ ഏലിയാവും, അതേപോലെ തന്നെ അബ്രഹാമും. പക്ഷേ ഈ വാക്യത്തിൻ്റെ ഒരു കണക്റ്റിംഗ് വേർഡ് എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ലോകത്തിനു മുമ്പാകെ നമ്മളെ ഡിഫറൻ്റ് ആക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമ്മൾ വ്യത്യസ്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പ്രാർത്ഥിക്കുവാൻ വളരെ പ്രവണതയുള്ള മനുഷ്യരായിരുന്നു ഈ അബ്രഹാമും അതേപോലെ ഏലിയാവും. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഉണ്ടാകണം. പലപ്പോഴും എനിക്കറിയാം ആളുകൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് പ്രാർത്ഥന വിഷയങ്ങളില്ല. അവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് ഉതകുന്നതായ സംഭവങ്ങളോ അതേ കാര്യങ്ങളോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഏലിയാവ് എന്ത് പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ പറയുന്നില്ലെങ്കിലും ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ ഒരു കണ്ടന്റ് എന്തായിരുന്നെന്ന് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇസ്രയേലിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് ഇസ്രയേൽ ജനം അറിയണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഏലിയാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. നമ്മളുടെ ജീവിതത്തിലും ദൈവം മഹത്വപ്പെടണം. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ രാജ്യത്ത് അതേ ജീവനുള്ള ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ മഹത്വപ്പെടലിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഭൂമിയിൽ ഏതെങ്കിലും ഒരു കാര്യം ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായാണ്. തീർച്ചയായിട്ടും ഇസ്രയേലിലെ അന്നത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അഹാബ് എന്ന രാജാവ് അവിടെ ഭരണം നടത്തുക. അഹാബിൻ്റെ ഭാര്യ ഇസബേൽ, അവളാണ് ശരിയായിട്ടും ഒരു അഭിനവ രാജാവായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത്. അവളുടെ കാലത്ത് അനേക പ്രശ്നങ്ങളുണ്ടായി. ദൈവനാമത്തെ തകർക്കുന്ന, ജീവനുള്ള ദൈവത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അവൻ്റെ നാമത്തെ ഇസ്രായേലിൽ നിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ ഈ ഇസബേൽ നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ വളരെ ഭയത്തോടുകൂടെ ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. നമ്മുടെ അവസ്ഥയിലും നമുക്കെല്ലാവർക്കും അറിയാം, ജീവനുള്ള ദൈവത്തെ നിഷേധിക്കുന്ന, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തെ ഉപദ്രവിക്കുന്ന, അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്നതായ ശക്തികൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ ലോകത്തും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പക്ഷേ അതിന് നടുവിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇവിടുത്തെ സന്ദേശം. നമ്മൾ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ അബ്രഹാമിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആ പ്രാർത്ഥന എന്ത് വ്യത്യാസമാണ് കൊണ്ടുവന്നത്? ആ പ്രാർത്ഥനയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ നാമം ദേശത്തെ മഹത്വപ്പെടണം എന്നുള്ളതായിരുന്നു അതേ അബ്രഹാമിൻ്റെ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ശരിയായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഈ മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനിടയിൽ ധാരാളമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ അനുഭവമുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ജാഗരിക്കുന്നതായ ഏലിയാവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച ശേഷം അവൻ ദൈവത്തിൽ നിന്നൊരു നിയോഗം പ്രാപിച്ചു. അതായത് പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി ജാഗ്രത കാണിക്കുന്ന ഏലിയാവ് ദൈവത്തിൽ നിയോഗം പ്രാപിച്ചിട്ട് അതേ പ്രാർത്ഥനാ മുറിയിൽ നിന്നും ഏലിയാവ് പുറപ്പെട്ടു പോകുന്നത് രാജാവായ ആഹാബിൻ്റെ ആ രാജകൊട്ടാരത്തിലേക്കാണ്. അവിടെ ചെന്ന് താൻ ഇത് ഡിക്ലെയർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നതിൻ്റെ സാരം തനിക്ക് ദൈവം അതിനുള്ള ഒരു നിയോഗം തന്നുവെന്നും ഈ വിഷയത്തിനായി താൻ ജാഗരിക്കുന്നു എന്നുള്ളതുമാണ്. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ആകാശത്തിൻ്റെ കിളിവാതിലുകളെ പൂട്ടിയിട്ട് അതിൻ്റെ താക്കോൽ അത് ഏലിയാവ് 3 വർഷവും 6 മാസവും തൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നു. ആ വിഷയത്തിൽ ദൈവം അങ്ങനെ മഴ പെയ്യിപ്പിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ആനന്ദിക്കുന്ന ഒരു ഏലിയാവിനല്ല നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ വിഷയത്തിൽ ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അതായത് ദേശത്ത് അന്ന് യഹോവയുടെ നാമത്തിന് വിരുദ്ധമായി ഉണ്ടായ അതേ വിഗ്രഹാരാധന, ബാൽ ദൈവങ്ങളെ ആരാധിക്കുന്നതായ ആ ആരാധന, ആകാശങ്ങളുടെ ദേവൻ എന്നറിയപ്പെടുന്നതായ ആ ബാലിനെ അവൻ്റെ ആകാശത്ത് തന്നെ പൂട്ടിക്കൊണ്ട് ഏലിയാവ് പ്രാർത്ഥിക്കുന്നതായ ഒരു അനുഭവമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മെ ഉപദ്രവിക്കുന്നതായ ഏത് ശക്തിയെയും ഇതേപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗം പ്രാപിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ആഹാബ് ഏലിയാവിനെ തേടി അലയുന്നതായിട്ടാണ്. അവസാനം ആഹാബും ഏലിയാവും കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് അതേ ആഹാബിൻ്റെ പ്രവാചകന്മാരും അല്ലെങ്കിൽ ബാലിൻ്റെ പ്രവാചകന്മാരും യഹോവയുടെ പ്രവാചകനായ അതേ എലിയാവ് തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷൻ അവിടെ നടക്കുകയാണ്. അവിടെ വെച്ച് ദൈവത്തിൻ്റെ നാമം അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് രാജാവിൻ്റെയും അവിടെയുള്ള ബാൽ പ്രവാചകന്മാരുടെയും അവരുടെ പ്രധാനപ്പെട്ട പൂജാരികളുടെയും അതേ ദേശത്തുള്ള എല്ലാവരുടെയും മുമ്പാകെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് രാജാവിലൂടെ തന്നെ ഏലിയാവ് പ്രഖ്യാപിച്ചു: ജീവനുള്ള ദൈവമായ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യഹോവയായ കർത്താവാണെന്ന് ഉള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന ആത്യന്തികമായി ദൈവനാമം ഉയരുന്നതിലേക്ക് പോകുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്രഹാമും ഇതേപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അബ്രഹാം ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അറിഞ്ഞുകൊണ്ട് താൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഈ വിവരങ്ങൾ അറിയിക്കുന്നതും ഒരു ദേശത്ത് ദൈവം നമ്മെ ആക്കുന്നതും ആ ദേശത്തിന് വേണ്ടിയാണ്. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ജാഗരിക്കുവാനാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ആത്മീയ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതിനായി സ്തോത്രം. അബ്രഹാമിനെ പോലെ ഏലിയാവിനെ പോലെ ഞങ്ങൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നവർ, ദേശത്തെ ഓർത്ത് ചിന്തിക്കുന്നവർ, അതിനായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ഏവരെയും സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.